ുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇലക്ട്രിക് വാഹനത്തിന്റെ ഉള്ളിൽ DC എനർജി സോഴ്സ് ആയിട്ടാണ് ബാറ്ററിയിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ എനർജി യൂസ് ചെയ്യുന്നതനുസരിച്ച് റീചാർജ് ചെയ്യണം. അപ്പോൾ റീചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ്. അവിടെ ചാർജിങ് നമ്മുടെ വാഹനത്തിന് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ ലഭ്യമാണെങ്കിൽ അവിടെ നിന്ന് അത് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയിലുള്ള KSEB പോയിന്റിൽ നിന്ന് പ്ലഗ് പോയിന്റിൽ നിന്ന് എനർജി യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് രീതിയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് എങ്ങനെ എന്നൊക്കെ ഉള്ള കൃത്യമായ ധാരണ വരുന്ന ഒരാൾക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പം ബാറ്ററിയുടെ ഉള്ളിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് DC സോഴ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് ആവശ്യം DC എനർജിയാണ്. ആ DC എനർജി എത്രത്തോളം ബാറ്ററിയിലേക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ബാറ്ററി ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, വാഹനം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്ന് വരുന്ന വാഹനങ്ങളിലെ ബാറ്ററികളിലെല്ലാം ബാറ്ററി മാനേജ്മെന്റ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം